ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ട് തോന്നുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ 8 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിനോടകം തന്നെ. അപ്പം ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ആ ഒരു റിസൾട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ആണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഓൾറെഡി എൻഡായി പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡിങ്ങിന്റെ വക്കിൽ എത്തി നിന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ അതിൽ പയ്യെ പയ്യെ ഒരു ഗ്രോത്ത് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് കാണുന്നത്. അതായത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബന്ധം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഒരു പേഴ്സണുമായിട്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അവരുടെ കറണ്ട് എനർജിയിൽ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് എന്നുള്ളതാണ് അവരുടെ കറണ്ട് എനർജിയിൽ. അപ്പൊ മേ ബി ഈ ഒരു പേഴ്സണിന്റെ ലൈഫിൽ ഒരു ബാഡ് കർമ്മ ഈ ഒരു പേഴ്സൺ നേരിട്ടിട്ടുണ്ടായിരിക്കാം ഇതിനു മുൻപ്. അപ്പം അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോയത്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ ഈ ഒരു പേഴ്സൺ നിന്നതും ആ ഒരു കർമ്മയുടെ പുറത്തായിരിക്കാം. അപ്പം എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയിലേക്ക് പോയ ഒരു എനർജിയാണ് ഈ കാണുന്നത്. അപ്പൊ മറ്റൊരു വ്യക്തിക്ക് അവരുടെ സ്നേഹവും സമയവും എല്ലാം നൽകിയതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ അന്ന് ഈ ഒരു പേഴ്സണിന്റെ പുറകെ കരഞ്ഞുകൊണ്ട് പുറകിന് പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ പക്ഷെ ഈ ഒരു പേഴ്സൺ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു പേഴ്സന്റെ സമയമൊന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. ആ പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല, അത് തന്നെയാണ് പറയേണ്ടത്. അപ്പം ഈ ഒരു പേഴ്സൺ മറ്റൊരു വ്യക്തിക്ക് അവരുടെ എനർജി മുഴുവൻ കൊടുത്തതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളെയും ആ ഒരു തേർഡ് പേഴ്സണെയും കമ്പയർ ചെയ്ത ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ രണ്ടുപേരെയും കമ്പയർ ചെയ്തിരുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളെ രണ്ടുപേരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു സൗന്ദര്യത്തിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ആകൃഷ്ടനായി പോയിട്ടുള്ളത്. അപ്പം ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒന്നുകിൽ സൗന്ദര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവർ കൊടുത്ത ആ ഒരു സപ്പോർട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പം ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷ്ടനായി പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അന്ന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മേ ബി ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് പോലും ആ ഒരു പേഴ്സൺ അറിവുണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി ആ ഒരു വ്യക്തിയിലേക്ക് പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം അന്ന് ആ ഒരു പേഴ്സൺ ആ വരുമരാഴികളെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. മേ ബി ആ ഒരു പേഴ്സന്റെ കർമ്മയായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ പോവേണ്ടിയിരുന്ന ഒരു കർമ്മയിലൂടെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് പോയത്. അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് വളരെ, അതായത് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരുപാട് സഹായങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ഹെൽപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയ സമയത്ത് നിങ്ങൾ സെൽഫ് ലവിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. മേ ബി ആ ഒരു പേഴ്സണെ പുറകെ നിങ്ങൾ ഒരുപാട് ചെയ്ത് പോയ സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ
ആവാതിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ സ്വന്തം കാര്യം നോക്കി, നിങ്ങളുടെ കാര്യവും നോക്കി, നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എല്ലാം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള എനർജിയിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നിങ്ങളെ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ എത്തിച്ചതും യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയതും ടാരോ റീഡിങ്സ് ഒക്കെ കാണാൻ തുടങ്ങിയതും എല്ലാം തന്നെ നിങ്ങൾക്ക് വന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി തന്നെയാണ്. നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ആ ഒരു പാസ്റ്റ് ട്രോമാസ് എല്ലാം തന്നെ നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് ഒരുപാട് സീക്രട്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്ത ഒരു എനർജിയാണിത്. അപ്പൊ നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിച്ച് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ് നിങ്ങളെ ഈ ഒരു നിലയിലേക്ക്, അതായത് നിങ്ങൾക്ക് ഇത്രയധികം വേദനകൾ തന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത്, അതായത് നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തിയല്ലേ, അപ്പൊ അവർക്ക് അതിന്റെ കർമ്മ കിട്ടണ്ടേ. അപ്പം ആ ഒരു പേഴ്സണ് ആ ഒരു പാസ്റ്റ് ലവിൽ നിന്നുണ്ടായ ആ ഒരു ട്രോമ ആ ഒരു പേഴ്സണെ ഒരുപാട് അവരുടെ സോളിനെ ഒരുപാട് മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സണ് ഒരുപാട് മുറിവുകൾ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് നേരിട്ടതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളെ മറന്ന് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. പക്ഷെ അവിടെ ചെന്നപ്പോഴായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരുപാട് വേദനകൾ ആ ഒരു തേർഡ് പേഴ്സൺ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ അവരുടെ സോള് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പാസ്റ്റിന്റെ ആ ഒരു പെയിൻ അവരെ വല്ലാതെ ബാധിച്ച ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ തോന്നുന്നത് ആ ഒരു പേഴ്സണ് നേരിട്ട അനുഭവം തന്നെയാണ്. അപ്പം എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് റെഡിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാസ്റ്റിൽ നേരിട്ട ആ ഒരു അനുഭവം അവരെ ഒരുപാട് അവരുടെ സോളിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ അവരുടെ കറണ്ട് എനർജി നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയധികം പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോവാത്തത് നിങ്ങൾക്ക് ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ബന്ധമാണെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കരുതുന്നു. പക്ഷെ ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. അവർക്ക് അവരുടെ എനർജി നോക്കുമ്പോൾ 3 ആൻഡ് 8 ഓഫ് സോൾസിന്റെ എനർജിയാണ്. അവരുടെ ചിന്തകളാണ്, അവരുടെ മൈൻഡിന്റെ കൺഫ്യൂഷൻ ആണ്, അവരുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ കാണുന്നത്. അപ്പം ആള് വളരെയധികം സങ്കടത്തിലാണ്. ആള് ഒന്നുകിൽ നിങ്ങളെ ഭയക്കുന്നുണ്ടായിരിക്കാം, അവരുടെ ലൈഫിൽ നേരിട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളെ ഭയക്കുന്നുണ്ടായിരിക്കാം, അല്ല മറ്റുള്ള വ്യക്തികളെ ഈ ഒരു പേഴ്സൺ ഭയക്കുന്നുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് ഇപ്പോൾ ഒരു സങ്കടമാണ്, നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പം ആ പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. അപ്പം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഈ ഒരു പേഴ്സൺ അവരുടെ ചിന്തകൾ തന്നെ നിൽക്കുകയാണ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെ. പക്ഷെ ഈ ഒരു പേഴ്സണ് പുറത്തു വരാവുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ലൈഫിൽ നേരിട്ട ആ ഒരു അനുഭവങ്ങൾ തന്നെ ആ ഒരു പേഴ്സണെ പിന്നോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ അവർ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവരുടെ സോൾ ഹീൽ ആവുന്നുണ്ട്, അവർ പുതിയൊരാളായി മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന്റെ കാരണം എന്ന് പറയുന്ന ആ ഒരു പേഴ്സന്റെ ലൈഫിൽ വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ അവരുടെ എനർജി നോക്കുമ്പോൾ അവർ വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സിലാണ്.
അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ചാരിയറ്റ് ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ്. അപ്പം വളരെയധികം കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഇനി ഈ ഒരു പേഴ്സണിന്റെ വരവ്. ഇപ്പോൾ ഒരു ലക്ഷ്യബോധമുണ്ട്, എന്താണ് താൻ നേടേണ്ടതെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അപ്പം മേ ബി മറ്റുള്ള വ്യക്തികൾ കാരണമായിരിക്കാം, അല്ലെ മറ്റുള്ള ഒരു വ്യക്തി കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയധികം പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളെ നഷ്ടമായി പോയതെന്ന് ആ ഒരു പേഴ്സൺ വിചാരിക്കും. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു നഷ്ടബോധമുണ്ട്, കുറ്റബോധമുണ്ട്, ചെയ്യേണ്ടിയിരുന്നില്ലെന്നുള്ള തോന്നലുണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ് കേട്ടോ. അപ്പം ആള് നിങ്ങളുടെ അടുക്കലേക്ക് തിരികെ വരും, അതും നിങ്ങൾക്കൊരു ജസ്റ്റിസുമായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്റെ എല്ലാ വേദനകളും അല്ലെ തന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ ഒരു സാക്രിഫൈസിന് റെഡിയാവും, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് റെഡിയാവും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം, അതായത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രണയത്തിന്റെ തുടക്കം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായേക്കുന്ന ആ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഈ ഒരു പേഴ്സണ് വന്നിരിക്കുന്ന ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിന്റെ ട്രോമയാണ്. അപ്പം ഹീൽ ചെയ്യാനായിട്ടുള്ള സമയം ആ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുക്കുക. ആ ഒരു പേഴ്സൺ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ആവുന്നത് കേട്ടോ. വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തിരികെ എന്റെ ലൈഫിലേക്ക് വേണം, അല്ലെ എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ആവുന്നത്. അപ്പം എന്തായാലും അങ്ങനെ വിശ്വസിക്കുന്നവർക്ക്, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും തിരികെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ആവും. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത്, അപ്പൊ നമ്മൾ ആദ്യമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരു ഗ്രോത്ത് വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ലൈഫിന്റെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പുമില്ലാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒരു പ്രണയത്തിന്റെ തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതാണ്, അല്ലെ അടുത്ത ഒരു ചാപ്റ്റർ ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ സോൾ മെസ്സേജും കൂടെ നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എനിക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറല്ല ഞാൻ. പാസ്റ്റിൽ എനിക്ക് ഒരുപാട് വേദനകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അതെല്ലാം ഹീൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഹീൽ ചെയ്യണമെങ്കിൽ മേ ബി ഒരു 3 months എന്തെങ്കിലും എടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു പേഴ്സൺ 3 to 4 months കേട്ടോ. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു പേഴ്സൺ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നു, ഒരു പുതിയ ഒരാളായി മാറാനായിട്ട്. പുതിയ ഒരാളായി മാറി നിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നത് നിനക്കൊരു ജസ്റ്റിസുമായിട്ടാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ പറ്റില്ല. അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം അവരുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു പേഴ്സണെ പുതിയൊരാളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒരു വ്യക്തിക്ക് വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഹീൽ ചെയ്യുന്നത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ജസ്റ്റിസുമായി വരാൻ തന്നെയാണ്. ഒരു കാർഡൂടെ നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ലൈഫിന്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. അതുപോലെ തന്നെ
നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഫൗണ്ടേഷനിൽ തന്നെ ഇളകിപ്പോയൊരവസ്ഥയായിരിക്കാം ആ ഒരു തേർഡ് പേഴ്സന്റെ കടന്നുവരവ്. അപ്പം എന്തായാലും അതിനൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സന്റെ വരവ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് എത്തിക്കണം എന്നൊക്കെയാണ് ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ചിന്തകൾ. ആള് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. ആ ഡിസിഷനിൽ നിന്ന് ആ ഒരു വ്യക്തിയെ പിന്തിരിപ്പിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. കാരണം അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ സ്ട്രോങ് ആയി മാറിയ വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പം എക്സ്പീരിയൻസ് ആണല്ലോ ഒരു വ്യക്തിയെ ഇത്രയധികം സ്ട്രോങ് ആക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു പേഴ്സണ് സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേഴ്സൺ എടുത്തേക്കുന്ന തീരുമാനം എന്തെന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയനാണ്. അതാണ് ഈ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ, എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ് കേട്ടോ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ കയ്യിൽ എല്ലാ കഴിവുകളും ഉണ്ട്, അല്ലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് യൂണിവേഴ്സ് നടത്തി തരുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് എംബർ എന്നുള്ള കാർഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ദേഷ്യമാണെങ്കിലും നിങ്ങൾ അത് പ്രകടിപ്പിക്കുക, സ്നേഹമാണെങ്കിലും അത് പ്രകടിപ്പിക്കുക. മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇട്ടു നിങ്ങളുടെ പേഴ്സണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു, നിങ്ങൾ ഒരുപാട് സഹിച്ചു നിന്നു, പക്ഷെ എനിക്ക് വിചാരിച്ചതുപോലെ ഒന്നും എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെ റിലേഷൻഷിപ്പിൽ എനിക്ക് വേണ്ടത്ര സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അല്ലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയ സമയത്ത് നിങ്ങൾ എത്രയും കാലം വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എത്രയൊക്കെ ആയിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, അല്ലെ ഞാൻ ഇനി എന്റെ കാത്തിരിപ്പ് ഇനി തുടരണോ വേണ്ട എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്, പക്ഷെ അതൊരു ലോങ് ടേമിലായിരിക്കാം ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കും നടക്കുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ പോലും ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കും നടക്കുന്നത്. അപ്പൊ ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കണം, വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കണം. കാരണം നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലേ നമ്മുടെ ചുറ്റുമുള്ളവരിൽ കൂടി ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. ലൈഫിന്റെ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കണം. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെയധികം വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ ചെയ്യരുത്. വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പേഴ്സൺ വരുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്രയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് ഇത്രയൊന്നും റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, വെറുതെ ആണല്ലോ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാം ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. കാരണം എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ വേദനകളെല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അപ്പം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക.